തിരുവനന്തപുരക്കാരെ കാണാൻ വേണ്ടി ഇത്തരം ഭായി നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നു അല്ലേ? ഇതിപ്പോ അവരെന്താ ചെയ്യും? എന്തോ കാണാൻ, ഇതൊന്നും കാണാനില്ലല്ലോ. വിട്ടോ ടോർച്ച് അടിച്ച് എന്റെ പൊന്നീ. പോട്ടെ ടോർച്ച് ഒന്ന് കൈ പിടിച്ചു പറഞ്ഞു. ഞാൻ ഫോണിന്റെ വെട്ടോണക്കാം, അല്ലെ പിന്നെ ക്യാമറ ഒന്നും കാണില്ല. കുഴിയണേ മറക്കല്ലേ, സ്ഥലം കിട്ടും. ഇത് ആദ്യം കുത്തി ഇതിലേ പോയി. ഇതിലെ പോയപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി കല്ലായതുകൊണ്ട് പിന്നെ തിരിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് കുത്തി നോക്കി. അപ്പോഴും കല്ലായിട്ട് തിരിഞ്ഞു വന്ന് ഇതിലേ വന്നു. ഇത് കഴിഞ്ഞ മഴക്കാലത്ത് തിരിഞ്ഞു കൊണ്ടതാ കല്ല്. എന്റെ പൊന്നെ, വിചാരിച്ച പോലെ അല്ലല്ലോ, ദുർഘടമായ വഴിയാണല്ലോ. ഒന്നും വിചാരിക്കാൻ പാടില്ല. വിചാരിക്കുന്നതെല്ലാം ഇതാ. വെള്ളം കുറവാണ്, വീട്ടിൽ വരുന്ന പോലെ. ഇതാ ഈ വെള്ളമാണ് ഓരോ സെക്കൻഡിൽ വലിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെവിടെ വെള്ളം? എന്താ ഈ വെള്ളമാണ് ഓരോ സെക്കൻഡിലും കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കട്ടെ. ഇല്ല, മുറിഞ്ഞില്ല. നല്ല ഇടിയായി കേട്ടോ. വെള്ളം കൂടെ കാണിച്ചു കൊടുക്കും. തുറങ്ങി കാണുന്നവർക്ക് വെള്ളം എങ്ങനെയാണ് വരുന്നതെന്നും കൂടെ അറിയണം. അല്ല, ഞാൻ വിചാരിച്ചു ഇതിനകത്ത് വലിയ വിശാലമായിട്ട് കുളം പോലെ ഉണ്ടോന്ന് വിചാരിച്ചു. ഏയ് അങ്ങനെയല്ല, ഇങ്ങനെ ആ ഒഴുകിടുന്ന വെള്ളം അങ്ങനെ നമ്മൾ ടാപ്പ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം കണക്കാക്കി അങ്ങ് നോക്കും. ഇത് ഈ വർഷം മൊത്തം പോവും. പിന്നെ വാവോ ഇതിൻ്റെ അകത്തേ ഒരു സംഭവം കാണിച്ചാ. ഇത് എന്തിൻ്റെ അയിലായിരിക്കും? ഇത് അറിയത്തില്ല. ഇത് ഗോൾഡൊന്നും അല്ല. തിരിച്ചു പിടിക്കേ. ഇത് അബ്രമല്ലേ ഈ കാണുന്നത്? അബ്രമല്ല ശരിക്കും. അബ്രം വേറെ വെള്ള കളറായിരിക്കും. ഗോൾഡിന്റെ എന്താ പറയുക? നോക്കുന്നു, ചോദിക്കുന്ന ഡൗട്ട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു കളർ പോലെ കാണുന്നുണ്ട്. കടൽ കണക്കിനുണ്ട്. അങ്ങനെയാണെങ്കിൽ മുതലാളിയാകാം. വേണേ നോക്കോട്ടെ. തിളക്കം നല്ല. അതെ, ലൈറ്റ് കറക്റ്റ് അടിച്ചപ്പോഴേ കാണാനുള്ളൂ. ഞാൻ ചോദിക്കുന്ന ഗോൾഡാണ്. ഞാൻ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ കുറെ ഉണ്ട്. ഇത് ഫുള്ളുണ്ട്. ഏരിയ മൊത്തം സംശയമുണ്ട്. അറിയാന്നുള്ളവർക്ക് നോക്കി അല്ലേ? തട്ടാന്മാരുടെ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. അല്ല, അത് പിന്നെ ഇത് പൊടിച്ച് ശുദ്ധീകരിച്ചെടുക്കണമല്ലോ. ഇതിനുള്ള വേസ്റ്റ് എല്ലാം പോയിട്ട് അതുകൊണ്ട് ആരെങ്കിലും കാണിച്ചറിയുന്നവർക്ക് കൊടുത്താലേ ആണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ വേറെ അശേരപ്പണി എടുത്ത് നിർത്തായിരുന്നു. ഇവിടെ വന്ന ഡെയിലി കുഴിക്കല് തുളച്ചിട്ട് അവിടെ എത്തിന്ന്. അതെന്താ ചിത്രം വികാസം കൊണ്ട് പോകുന്നുണ്ട്. താഴത്തെ കള്ളാണോ മറ്റേ പൊങ്ങി പിന്നെ തിരിച്ചു കൊണ്ട് തുടങ്ങണം. അപ്പൊ തുടക്കത്തിലുള്ള കേട്ടില്ല. ഇനി ലൈറ്റ് പിടിച്ചോ. ഞാൻ തിരിയെ ഫ്രണ്ട് മുകളിൽ കാണണ്ട. തിരിയെ പയ്യെ തിരിയോ. ഞാൻ വിചാരിച്ചു നേരെ നടന്നു വരാനുള്ള കുനിയണേന്ന്. കാരണം എന്റെ തല രണ്ടു പ്രാവശ്യം എനിക്ക് പകരം മുറിഞ്ഞായിരുന്നു. പിന്നെ ലൈറ്റ് ഇല്ല, കാണാൻ പറ്റില്ല. നോക്കി അത്ര ഇനിയൊന്നും വേണ്ട. ഇനി നേരെ നിന്നോ. ഇന്ന് ഓർന്നു. ഞാൻ ഈ കണ്ണാടി കൂടെ വെച്ചേക്കുന്നുണ്ടോ? ഓ അതെ. എന്നാ ടോർച്ച് പിടിച്ചോ. ഞാൻ ഫോണിൽ വിട്ടു തരണോ? അല്ലേ, വീഡിയോ എടുക്കണമല്ലോ അല്ലേ? വീഡിയോ ഇപ്പോഴും ഓണാണ്, പക്ഷെ ഒരു ലൈറ്റും ഇല്ല അതിൽ. ഓ അതെയാ, മിസ്സാക്കല്ലേ സംഭവം. തുരങ്കത്തിനോടൊപ്പം ഇതൊക്കെ കുഴിക്കുന്ന ആൾക്കാരെ സമ്മതിക്കില്ല പിന്നെ അല്ലേ? ഒരു വ്ലോഗ് തുടങ്ങാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ് പേര് കേട്ട പ്രശസ്തമായ തുരങ്കങ്ങളാണ്.
തുരങ്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് തുരങ്കമല്ല, ഒരു തുരങ്കമാണ് ഈ കണ്ടോണ്ടിരിക്കണെന്ന് പറഞ്ഞു. ഒരെണ്ണം തന്നെ ഇത്രയുണ്ട്. ഒരെണ്ണം തന്നെ. മുള്ളമ്പന്നിയുടെ മുള്ളല്ലേ? മുള്ളംപന്നി വന്നിട്ട് തേങ്ങ പൊളിച്ചിരുന്നാ പൊളിച്ചേക്കുന്നേ തേങ്ങ. മുള്ളംപന്നി കയറുന്നുണ്ടോ? കണ്ടോ? ആ സാധനം വന്നാൽ മതി. വെള്ളം